പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മെയ് മാസം 25-ാം തീയതി ഞായറാഴ്ച. കർത്താവെ, അങ്ങയെ ആരാധിക്കാനും അങ്ങയോട് ചേർന്നിരിക്കാനും സഭ നൽകിയിരിക്കുന്ന ഈ ദിവസം കർത്താവെ ഏറ്റവും ഫലപ്രദമായി ചെലവഴിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഏറ്റവും ഭക്തിയോടെ ഒരുക്കത്തോടെ വിശുദ്ധ ബലിയർപ്പിക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഇന്ന് മുഴുവനും അങ്ങയുടെ സജീവ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 20-ാം വചനം ധ്യാനിക്കാം. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈശോയുടെ വിടവാങ്ങൽ പ്രാർത്ഥനയിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു വചനം. നമുക്ക് വേണ്ടിയും ഈശോ അന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന സത്യം എത്രയോ അത്ഭുതമാണ്. ലോകാവസാനം വരെ വചനത്തിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്കെല്ലാം വേണ്ടി അവിടുന്ന് പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചത്? ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ഒറ്റക്കെട്ടായി നിൽക്കാൻ വേണ്ടി. സഭയുടെ ഇന്നത്തെ കൂട്ടായ്മയില്ലാത്ത അവസ്ഥ കണ്ട് ഈശോ എന്തുമാത്രം വേദനിക്കുന്നുണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങ് പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതും പോലെ സഭാമക്കളെല്ലാവരും ഒന്നായി തീരാൻ എത്രയും വേഗം ഇടവരുത്തണമേ. ഇന്ന് നമുക്ക് തിരുസഭയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്മ നിറഞ്ഞ നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.